നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ജീവിതം മുഴുവൻ സാധനയാക്കുക. ഇതാണ് സനാതന ധർമാചാര്യന്മാർ ഉപദേശിക്കുന്ന സാധനയുടെ കാതലായ തത്വം. ഇത് ഓരോ ദിനവും സാധനയാക്കുന്നതിലൂടെയും അങ്ങനെ ആയുസ് മുഴുവൻ സാധനയാക്കുക മാത്രമേ സാധിക്കൂ. സാധനയുടെ ഈ ആദർശം ജ്ഞാനം, ഭക്തി, കർമ്മം തുടങ്ങി ഏതു മാർഗം പിന്തുടരുന്നവർക്കും ബാധകമാണ്. വേദാന്ത ജ്ഞാന സാധന എങ്ങനെ നിരന്തരമായി അനുഷ്ഠിക്കണമെന്ന് ആചാര്യൻ നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: പ്രതിദിനം നിദ്രാപര്യന്തവും ജീവിതം മുഴുവൻ മൃത്യുപര്യന്തവും വേദാന്ത വിചാരത്തിൽ നയിക്കണം. കാമാദികൾക്ക് അല്പം പോലും അവസരം നൽകരുത്. ഇതാണ് ആചാര്യ നിർദ്ദേശം. അതുപോലെ യോഗാത്മകമായി അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ആയുസ് മുഴുവൻ നയിക്കാനാണ് കർമ്മയോഗ ശാസ്ത്രം അനുശാസിക്കുന്നത്. സാധനയെ ചില പ്രത്യേക സമയത്തേക്ക് മാത്രമുള്ളതാക്കി മാറ്റാതെ ആയുഷ്കാലം മുഴുവൻ സാധനയാക്കാൻ ശ്രമിക്കണം. ഈശ്വരാർപ്പിതമായ മനോബുദ്ധികളോടെ ഈശ്വരനെ ലക്ഷ്യമാക്കി സർവ്വസമയവും ജീവിതം നയിച്ചാൽ ഈശ്വരനിൽ തന്നെ എത്തിച്ചേരുമെന്ന് ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാധകർക്ക് ഉറപ്പു നൽകുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത് കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർ ഭവാംഭോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്യൈവ സ്ഫുരണം സദാത്മകമസത് കൽപാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർ ഭവാംഭോ നിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഏകവും അദ്വിതീയവുമായ ഉണ്മയാണ് ജഗത്, ജീവൻ, ഈശ്വരൻ എന്നീ ഭാവങ്ങളിൽ ഭാസിക്കുന്നത്. എല്ലാ ഭാവങ്ങളിലും കാണപ്പെടുന്നത് ഒരേ ചൈതന്യ സ്വരൂപം തന്നെ.
ഉപനിഷത്തുക്കളിൽ അനേകം മഹാവാക്യങ്ങളുണ്ടെങ്കിലും ഓരോ വേദവിഭാഗത്തിനും ഒന്നെന്ന തോതിൽ ആചാര്യന്മാർ പ്രത്യേകം അടർത്തിയെടുത്തു വ്യാഖ്യാനിച്ചു തരുന്നത് 4 മഹാവാക്യങ്ങളാണ്. ആ മഹാവാക്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറയുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 3-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. സദാത്മകമായ യാതൊരു ബ്രഹ്മത്തിൻ്റെ പരമാത്മാവിൻ്റെ സ്ഫുരണമാണോ മിഥ്യാതലത്തിൽ അസത്കൽപ്പാർത്ഥകമായി സകല പദാർത്ഥങ്ങളുമായി ഭാസിക്കുന്നത്, യാതൊന്നിനെയാണോ സാക്ഷാത് തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളാൽ ബോധിപ്പിക്കുന്നത്. ആരെ ബോധിപ്പിക്കുന്നത്? ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ. യഹ യാതൊരാൾ ആശ്രിതാൻ ബോധയതി, ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? സാക്ഷാത് തത്വമസീതി വേദവചസ, തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളെ കൊണ്ട്. അവിടെ തുടങ്ങിയ എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, തത്വമസി എന്ന വേദവാക്യത്തെ കൊണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളെ കൊണ്ടെന്ന്. വേദത്തിൻ്റെ പരമമായ താല്പര്യ നിർണയമാണ് അഥവാ നിഗമനമാണ് വേദാന്തം. പരമസത്യം ഏകമാണ്, അദ്വിതീയമാണെന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ പ്രഖ്യാപനം. അന്വേഷകനും അന്വേഷ്യവും അന്വേഷണവുമൊക്കെ സമാപിക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന, അല്ലെങ്കിൽ ജീവഭാവത്തിൽ ഞാൻ എന്ന് നമ്മൾ പറയുന്നതിന് കാരണഭൂതമായ ചൈതന്യ സ്വരൂപം തന്നെയാണ് പാരമാർത്ഥികമായ ജഗത് കാരണമായിരിക്കുന്ന ബ്രഹ്മമെന്നുള്ള ആ ഒരു ദർശനമാണ് വേദാന്തം ഉപദേശിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രയോജനം? പ്രയോജനം നമ്മൾ നമ്മിൽ കൽപ്പിക്കുന്ന എല്ലാ പരിമിതികളും ഇല്ലാതാകുന്നു. അപരിമിതമായ സ്വരൂപമാണ് താനെന്ന പരമസ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുന്നു. ഇതാണ് വേദാന്തത്തിൻ്റെ പ്രയോജനം. ഈ ഉപദേശം വിശദമായി വേദാന്ത ഗ്രന്ഥങ്ങളിലൂടെ നൽകുന്നതോടൊപ്പം, വേദാന്ത ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായി ഉപനിഷത്തുകൾ അർത്ഥമാക്കപ്പെടുന്നു. അങ്ങനെ വിശദമായി ഉപദേശിക്കുന്നതോടൊപ്പം സംഗ്രഹിച്ച് ഏകവാക്യത്തിൽ ഉപദേശിക്കുന്ന അനേകം ഉപദേശങ്ങളുണ്ട്. ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ ഏകവാക്യത്തിൽ ഉപദേശിക്കുന്ന വേദാന്ത വാക്യങ്ങൾക്ക് പറയുന്ന പേരാണ് മഹാവാക്യങ്ങളെന്ന്. അപ്പം മഹാവാക്യം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ, ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ ഏകവാക്യത്തിൽ ഉപദേശിക്കുന്ന ഉപനിഷത് വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ. ഉപനിഷത്തുക്കളിൽ അനേക മഹാവാക്യങ്ങളുണ്ടെങ്കിലും ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ 4 മഹാവാക്യങ്ങൾ ആചാര്യ പരമ്പര പ്രത്യേകമായി വ്യാഖ്യാനിച്ചു തരികയാണ്. ഋഗ്വേദീയമായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദീയമായിട്ട് അഹം ബ്രഹ്മാസ്മി, സാമവേദീയമായിട്ട് തത്വമസി, അഥർവവേദീയമായിട്ട് അയമാത്മാ ബ്രഹ്മ. ഇതാണ് 4 മഹാവാക്യങ്ങൾ. 4ൻ്റെയും അർത്ഥചിന്തനം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തത്വമസി ഇതി വേദവചസ, തത്വമസി എന്നുള്ള വേദവാക്യം കൊണ്ട് എന്നുള്ളിടത്ത് തത്വമസി എന്നുള്ളത് പോലുള്ള വേദവാക്യങ്ങളെ കൊണ്ടെന്ന് അർത്ഥം മനസ്സിലാക്കുക. 4 മഹാവാക്യങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അവിടെ ആത്മപ്രതിപാദകമായ ഒരു ശബ്ദം ഉണ്ടാവും, ബ്രഹ്മപ്രതിപാദകമായ ഒരു ശബ്ദം ഉണ്ടാവും. രണ്ടും ഏകമാണ് എന്നുള്ളതാണ് ഉപദേശം. പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളിടത്ത് പ്രജ്ഞാനം ആത്മസൂചകമാണ്, ബ്രഹ്മ. അപ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ശബ്ദത്തിൽ രണ്ടും ഒന്ന് തന്നെ എന്നുള്ള പദം അവിടെ ഇല്ലെങ്കിലും സമാനാധികരണത്തിൽ പ്രയോഗിക്കുമ്പോൾ അർത്ഥൈകത്വം വരും. രണ്ടാമത് അഹം ബ്രഹ്മാസ്മി എന്നുള്ളിടത്ത് അഹം ആത്മപ്രതിപാദകമാണ്. അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു.
അവിടെ ആകുന്നു, അസ്മി ഏകത്വ പ്രതിപാദകമാണ്. അതുപോലെ സാമവേദീയമായ തത്വമസി എടുക്കുകയാണെങ്കിൽ തത് ബ്രഹ്മപ്രതിപാദകമാണ്, ത്വം ആത്മപ്രതിപാദകമാണ്, അസി ഏകത്വ പ്രതിപാദകമാണ്. അഥർവവേദീയമായ അയമാത്മാ ബ്രഹ്മ എന്നുള്ളിടത്ത് അയമാത്മാ ആത്മപ്രതിപാദകം, ബ്രഹ്മ ബ്രഹ്മപ്രതിപാദകം. ഇങ്ങനെ ആത്മബ്രഹ്മ ഏകത്വമാണ് 4 മഹാവാക്യങ്ങളും ഉപദേശിക്കുന്നത്. ഈ മഹാവാക്യങ്ങളെ കൊണ്ട് യാതൊരാൾ ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നു. അവിടെ ആശ്രിതന്മാരെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ധർമ്മശാസ്ത്രം സമൂഹത്തിൽ മുഴുവൻ വാരി വിതറാം. ആരെ വേണമെങ്കിൽ ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി ധർമ്മോപദേശം ചെയ്യാം. എന്നാൽ വേദാന്തോപദേശം അപ്രകാരം ചെയ്യാൻ പറ്റില്ല. അവിടെ അറിയാൻ ഇച്ഛിച്ച് തൻ്റെ അരികിലേക്ക് വന്ന സാധകന്മാർക്കേ വേദാന്തോപദേശം ചെയ്തുകൂടൂ. അർത്ഥിക്കുന്നവനായിരിക്കണം. അർഹത വേണം, അത് വേറെ വിഷയം. അങ്ങനെ തത്വജ്ഞാനം അർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥൻ അരികെ വന്ന് വിധിപ്രകാരം ആശ്രയിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഗുരുനാഥൻ ബോധിപ്പിക്കുന്നത്. എന്താണ് വിധിപ്രകാരം ആശ്രയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ഒരു കാവ്യത്തിൻ്റെ ആവിർഭാവം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഒരു ഇതിവൃത്തം കവിക്ക് കിട്ടുന്നതും അതിനെക്കുറിച്ച് കവി ചിന്താനിമഗ്നനാകുന്നതും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഗംഗാനദിയുടെ തീരത്ത് വെച്ചുണ്ടായ ഈ സംഭവം, അതായത് നാരദനിൽ നിന്ന് രാമൻ്റെ കഥ കേൾക്കുക എന്നുള്ളത് ഗംഗയുടെ തീരത്ത് വെച്ചാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ചിന്താകുലനായ മഹർഷി തൻ്റെ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം അവിടെ നിന്ന് തമസാ നദിയുടെ തീരത്തേക്ക് പോവുകയാണ്. അധികം വിദൂരത്തിലല്ല അത്. അങ്ങനെ നടന്നങ്ങനെ പോയി. തമസാ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ ആ നദിയിലേക്ക് നോക്കിയപ്പോൾ മഹർഷിക്ക് വലിയ ആഹ്ലാദമുണ്ടായി. കാരണം എന്താണ്? സജ്ജനങ്ങളുടെ മനസ്സുപോലെ തെളിഞ്ഞതാണ് ഈ ജലം എന്ന് ഭരദ്വാജനോട് പറയുകയാണ്. അകർദമമിതം, അകർദമമാണ്, യാതൊരു ചെളിയും അതിലില്ല. സജ്ജന മനോയഥ, എപ്രകാരമാണോ സജ്ജനങ്ങളുടെ മനസ്സ് അതുപോലെ തെളിഞ്ഞതാണ് ഈ നദിയിലെ ജലം. അതുകൊണ്ട് ഭരദ്വാജ, ഞാൻ ഇതിലൊന്ന് ഇറങ്ങി മുങ്ങട്ടെ, ഞാനിതിൽ സ്നാനം ചെയ്യട്ടെ. ശരിക്കും അതൊരു പ്രതീകാത്മകമായി ഒരു കാവ്യത്തിൻ്റെ തുടക്കമാണ്. ഒരു ഇതിവൃത്തം കിട്ടിയാൽ ആ വൃത്തത്തിലേക്ക് അങ്ങ് മുങ്ങുകയാണ് കവിയുടെ മനസ്സ്. പലപ്പോഴും കവികൾ അവരിൽ നിന്നൊരു കാവ്യം ഉണ്ടാകുന്നതിന് മുൻപായി അവർ അന്തർമുഖന്മാരായിത്തീരും, അവർ ഇൻട്രോവർട്ടുകളായിത്തീരും. ആരോടും സംസാരമൊന്നുമില്ല. കാരണം എപ്പോഴും അവരുടെ മനസ്സിനെ മഥിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചിന്തയാണ്. അപ്പോൾ അപ്രകാരം ഞാൻ ഇതിൽ മുങ്ങട്ടെ എന്ന് പറയുന്നത് തൻ്റെ മനസ്സുമായി സംവദിക്കട്ടെ എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണത്. അതുകൊണ്ട് അവിടെ ഭരദ്വാജനോട് പറയുന്നു, ന്യസ്യതാം കലശസ്താത ദീയതാം മമ വൽക്കലം. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാക്യമാണിത്. എന്താണ്? ന്യസ്യതാം കലശസ്താത ദീയതാം വൽക്കലം മമ. താത, പ്രിയപ്പെട്ടവനെ, എൻ്റെ കലശം നീ ഇവിടെ വയ്ക്കൂ. ന്യസ്യതാം കലശ. കലശം എന്ന് പറഞ്ഞാൽ ഘടം, കുടം. മഹർഷിമാരെപ്പോഴും പോകുമ്പോൾ അവരോടൊപ്പം കൊണ്ടുപോകുന്ന ഒരു കുടമുണ്ടല്ലോ, അവരുടെ കമണ്ടലു. ആ കമണ്ടലുവിനെയാണ് അവിടെ കലശഹ എന്ന് പറഞ്ഞത്. ഈ കലശം നീ ഇവിടെ വയ്ക്കൂ. ദീയതാം മമ വൽക്കലം, എൻ്റെ വൽക്കലം ഇങ്ങോട്ട് തരൂ, ഞാൻ ഇതിലൊന്ന് ഇറങ്ങി സ്നാനം ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ വൽക്കലം അവിടെ വെപ്പിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് വാൽമീകി അവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ നദിയോട് ചേർന്ന്
നല്ല നിബിഡമായിട്ടുള്ള വനമുണ്ട്. ആ കാനനത്തിൻ്റെ ശോഭ കണ്ടുകൊണ്ടാണ് മഹർഷി നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ 2 ക്രൗഞ്ചപ്പക്ഷികൾ വരുന്നത്. ആ ക്രൗഞ്ചപ്പക്ഷികൾ അവർ പരസ്പരം പ്രണയബദ്ധരാണ്. വളരെ സ്നേഹത്തോടു കൂടി അവരങ്ങനെ അവിടെ ഇരിക്കുകയാണ്. വാൽമീകി മഹർഷി അവരെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ, ഈ ഇണപ്പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു വേടൻ അമ്പെയ്ത് അതിലെ ഒരു പക്ഷിയെ താഴെ വീഴ്ത്തി. അതിലെ ആൺപക്ഷിയാണ് താഴെ വീഴ്ത്തിയത് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം എന്ന പദം അവിടെ പറയുന്നത് ഈ ഒരു സൂചനയാണ് അതിൽ നൽകുന്നത്. കാരണം അമ്പെയ്ത് കഴിഞ്ഞപ്പോൾ ആ പക്ഷി എന്താണ്, ശോണപരീതാംഗനായി നിപതിച്ചു എന്നാണ്. ശോണപരീതാംഗനായിട്ട്, ശോണം ശോണിതം രക്തം, രക്തത്തിൽ കുളിച്ച് ആ പക്ഷി അവിടെ താഴെ വീണു. ആ താഴെ വീണ പക്ഷിയെ കണ്ട് അതിൻ്റെ അടുത്തിരുന്ന ആ പെൺപക്ഷി ദീനദീനം വിലപിച്ചു. അതിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വളരെയേറെ അത് മർമ്മഭേദകമായ വിധത്തിൽ, ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. അങ്ങനെ ആ കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് വാൽമീകി മഹർഷിയുടെ മനസ്സിൽ നിന്ന് ഒരു ശ്ലോകം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്ക് ഹൃദയത്തിൻ്റെ ഒരു പൂർണ്ണത, ആ പൂർണ്ണമായ ഹൃദയത്തോടു കൂടി നടക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരാഘാതം. നമ്മളിങ്ങനെ ഒരു പൂർണ്ണ കുംഭം നിറഞ്ഞ പാത്രം കൊണ്ട് നടക്കുന്ന സമയത്ത്, നിറയെ വെള്ളവുമായിട്ട് ഒരു ഘടം, അതും കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടായാൽ എന്താണ് ഉണ്ടാകുന്നത്? അതിൽ നിന്ന് കുറേ വെള്ളം തുളുമ്പിപ്പോകും. അതുപോലെയാണ് ഇവിടെ വാൽമീകി രാമൻ്റെ കഥയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആദ്യം തന്നെ തമസാ നദിയിലെ ജലമാണ് കാണുന്നത്. ആ ജലം കാണുമ്പോൾ എന്താണ്, വളരെ സന്തുഷ്ടമായ മനസ്സോടു കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ സന്തോഷത്തിലാണ് ഞാനൊന്നിതിൽ ഇറങ്ങി മുങ്ങണം എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ള കാനനത്തിൻ്റെ ശോഭ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴും വളരെ സന്തോഷം തന്നെ, പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങനെ ആനന്ദം കൊണ്ട് ആനന്ദ പരിസ്പന്ദിയായിട്ട് നിൽക്കുന്നു. ആ സമയത്താണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്ത്രാസം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടാകുന്നത്. ഒരു പക്ഷി ഇതാ ശരമേറ്റ് വീഴുന്നു. പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ, ആ ആഘാതത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു ശ്ലോകം പുറത്തേക്ക് വരികയാണ്. ആ ക്രൗഞ്ചിയെ, ആ പെൺപക്ഷിയെ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ ഇപ്രകാരം പറഞ്ഞു: മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതി സമാഹ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം. പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് വന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നമുക്ക് പറയാവുന്നത്. അതുതന്നെയാണോ അതിൻ്റെ അർത്ഥം എന്ന് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കാവ്യത്തിൻ്റെ അർത്ഥം എപ്പോഴും പ്രതീതിക്ക് വിഷയമാകുന്ന അർത്ഥമാണ്. അല്ലയോ കാട്ടാള, നിനക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായ പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഈ ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതനായ ആൺപക്ഷിയെ നീ നിഗ്രഹിച്ചു. അതുമൂലം ഈ പെൺപക്ഷിക്ക് നീയെ അതിദുസ്സഹമായ ഹൃദയവ്യഥ ഉളവാക്കി. അതുകൊണ്ട് നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠ ഭൂമിയിൽ ലഭിക്കാതെ പോകട്ടെ എന്നാണ് ഒറ്റനോട്ടത്തിൽ ഈ ശ്ലോകത്തിന് പറയാവുന്ന അർത്ഥം. ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ് വാൽമീകിയിൽ നിന്ന് നിർഗമിച്ച ആ ശ്ലോകത്തിൻ്റെ അത് അനിയന്ത്രിതമായിട്ടങ്ങ് വന്നു പോയതാണ്. അതിൻ്റെ അർത്ഥം അതുതന്നെയാണ്. അപ്പോൾ അപ്രകാരം ഒരു ശ്ലോകം അവിടെ ഉടലെടുത്തു. വാൽമീകിയിൽ നിന്ന് അപ്രകാരം ഒരു ശ്ലോകം നിർഗമിച്ചു എന്നാണ് അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ചോറ്റാനിക്കരയമ്മേ ജഗദംബികേ ആദിപരാശക്തി കൈതൊഴുന്നേ ആധിയും വ്യാധിയും തീർത്തിടണേ ആയുരാരോഗ്യങ്ങൾ തന്നിടണേ ചോറ്റാനിക്കരയമ്മേ ജഗദംബേ ആദിപരാശക്തി കൈതൊഴുന്നേ ആദിയും വ്യാധിയും തീർത്തിടണേ ആയുരാരോഗ്യങ്ങൾ തന്നിടണേ പാർവതി ദേവി ശ്രീഭദ്രയായി ചോറ്റാനിക്കരയിലവതരിച്ചു ആദിപരാശക്തി ചൈതന്യമായി അഖിലാണ്ടമാകെ നിറഞ്ഞു ദേവി